രക്ഷയില്ല കേട്ടോ. ഒരു ഫീൽ എന്ന് പറഞ്ഞ ഈ ഇലക്ട്രിക്കൽ വാഹനം ഓടിക്കുന്നതിന്റെ ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നോർമൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കിട്ടുന്ന പോലെ ഒരു 230 വോൾട്ട് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. അതായത് നമുക്കിത് പ്ലഗ് ചെയ്ത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി ഫീൽ. കാരണം അടുത്തൊന്നും എനിക്ക് അഡാസോടെ ഒരു വാഹനം ഓടിച്ചിട്ട് ഇത്രയും ഫീൽ കിട്ടിയിട്ടില്ല, ഉള്ളത് പറയാമല്ലോ. ടു ബി വെരി ഫ്രാങ്ക്, പവർ ക്രിയേറ്റ് ചെയ്ത് അത് ഗിയർ ബോക്സിലോട്ട് കൊടുത്ത് ഗിയർ ബോക്സിൽ നിന്ന് ടയറിലോട്ട് വരുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു പകുതി സമയം മതി നമുക്ക് ഈ വാഹനം ഒന്ന് പറപ്പിക്കാൻ. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം, ഭയങ്കര ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് അതുപോലെ ഫീൽ ചെയ്ത് ഒരു രക്ഷയില്ലെന്ന് ഫീൽ ചെയ്തൊരു വാഹനം. ഓ മൈ ഗോഡ്. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ക്രിറ്റയുടെ EV ആണ്. അതായത് ഇപ്പം എല്ലാം വാഹനം EV ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അഫോർഡബിൾ ആയിട്ട് ഹുണ്ടായിൽ ഉള്ള ഒരു ഇലക്ട്രിക്കൽ വാഹനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ക്രിറ്റ EV. ഏതായാലും ഇന്നിപ്പം നമ്മൾ ഇതിൻ്റെ വിശേഷമാണ് പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഫ്രണ്ട് കൊണ്ട് നോക്കുന്ന സമയത്ത് വേറെ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ക്രിറ്റയായിട്ടുള്ള വ്യത്യാസം പറയില്ല. പിന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ഡിഫറൻസ് നമുക്കിത് ഈ കാണുന്ന പോലെ പിക്സലേറ്റഡ് ടൈപ്പ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം പിക്സൽ പോലെ നമുക്ക് കൊടുത്തിരിക്കുന്ന കാണാം. ഇതൊക്കെ നമുക്ക് അയണിക് ഫയൽ നമ്മൾ കണ്ട ആ സെയിം രീതി തന്നെ ഈ പോർഷൻസിലെല്ലാം ഈ പിക്സൽ പോലെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു ചാർജിങ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭയങ്കര രസകരമായിട്ട് ഇതിനകത്തൊരു ബ്ലൂ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചാർജിൻ്റെ ഇൻഡിക്കേഷൻ എത്ര ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട, പണി കഴിഞ്ഞ് നമ്മൾ അടച്ചോണം. പക്ഷേ ഇതിൽ എനിക്ക് ചെറിയൊരു പോരായ്മ ഒന്ന് എടുത്ത് പറയാനാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മളൊരു നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു ഇടിയൊക്കെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ തുറക്കാനുള്ള ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ എനിക്ക് മനസ്സിനകത്ത് വന്നു. അതുപോലെ തന്നെ ഈ മേളത്തെ പോർഷനിലായിട്ട് ഒരു കുഞ്ഞ് 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. താഴെ ഒരു വലിയ ഹുണ്ടായുടെ ലോഗോ, അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാർജർ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് റഡാറാണ് നമുക്കിവിടെ താഴെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ഓപ്പണിംഗ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ വെൻസ് ആണ് വരുന്നത്. ഇതിൽ ആക്റ്റീവ് എയർ ഫ്ലാപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴാണ് ഇതിനകത്തോട്ടൊരു ഹീറ്റ് കളയാൻ വേണ്ടി അല്ലെങ്കിൽ എയർ വേണമെന്ന് തോന്നുന്നത്, അന്നേരം ഈ ഒരു പാസേജ് ഓപ്പണായി ഇതിനകത്തോട്ട് എയർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൈഡെല്ലാം പിന്നെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഒറ്റ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇത് ഫുള്ള് ക്ലോസ്ഡ് ആണെന്ന് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. താഴെ നല്ലൊരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടൊരു ലിപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. ഇനി ഒരു സൈഡ് വശത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. മേളിൽ ലോയും താഴെ ഹൈയും ആണ് വരുന്നത്. LED ടൈപ്പ് തന്നെയാണ് വരുന്നത്. സെൻസേഴ്സ് കാണാൻ സാധിക്കും. 1, 2, 3, 4 സെൻസറുകൾ വരുന്നുണ്ട്. ടോയ് ചെയ്യാനുള്ള ഹുക്ക് നമുക്കത് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മേളിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടെ LED സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹസാർഡ് ഇടുന്ന സമയത്ത് നമുക്കിത് നോർമൽ രീതിക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. അത് കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു മെട്രിക്സ് പോലെ തന്നെ ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. ബോൾഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നല്ല അടിപൊളിയാണ്. ഏതായാലും നമുക്ക് ഹുഡും കൂടെ ഒന്ന് തുറക്കാം. യെസ്, അങ്ങനെ EVയുടെ ഹുഡ് തുറക്കുന്ന സമയത്ത് നമുക്കത് ഇത്രയും വലിയൊരു ഏരിയക്കകത്ത് കാണുമ്പോൾ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു ഹുഡ് മാത്രം, ഇതൊരു ഫ്രങ്ക് മാത്രമാണുള്ളത്. അതായത് എഞ്ചിൻ എന്തെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ വാഹനത്തിന് എഞ്ചിനില്ല, പക്ഷേ മോട്ടറുണ്ട്. മോട്ടർ ഇതിൻ്റെ താഴെയാണ് വരുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് കാര്യമായിട്ടുള്ള സ്റ്റോറേജ്, അതായത് 22 ലിറ്ററാണ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വെക്കുന്ന സാധനം എന്താണെങ്കിലും ചെറിയൊരു ഹീറ്റ് ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു കുഞ്ഞൻ ലൈറ്റ്, അതായത് രാത്രി സമയത്തൊക്കെ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതെ, ഈ ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 സൈഡിലും ലോക്കുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രസ് ചെയ്താൽ മതി തുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുൾ അപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എടുത്ത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് പൊക്കിയാൽ മാറ്റാമെന്ന് തോന്നുന്നു. യെസ്, ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ബാറ്ററി ഒന്ന് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഊരി ഈ ബാറ്ററി നമുക്ക് പുറത്തോട്ട് ഊരിയെടുക്കാൻ സാധിക്കും. അതിനാണ് ഈ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുൾ അപ്പ് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന 10 കിലോ മാത്രം മാക്സിമം നമുക്കിതിനകത്ത് ലോഡ് വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കിതിൻ്റെ ബാക്കിലത്തെ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൈ വോൾട്ടേജിൻ്റെ ലൈൻസ്, അതായത് നമ്മുടെ ഓറഞ്ച് ലൈൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. അതിൻ്റെ യൂണിറ്റൊക്കെ വന്ന് കയറുന്നതും എല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ റൂം ശരിക്കും ഭയങ്കര വേക്കൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. ഈ ഒരു കുറച്ച് പോർഷൻസൊക്കെ മാത്രമേ ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ എടുത്ത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ സൈഡ് വശത്തോട്ട് പോകാം. ഇനി നമുക്ക് സൈഡിലത്തെ വശം നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണുപെടുന്നത് നമ്മുടെ ടയറിലോട്ടാണ്. 215/16R17 ആണ് ടയറിൻ്റെ സൈസ് വരുന്നത്. എയറോ അലോയ് വീലാണ് വരുന്നത്. അതും ലോ
റോളിംഗ് റെസിസ്റ്റൻസ് ടയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സൈഡ് കഴിയുമ്പോൾ. കാരണം ഈ വശക്കാഴ്ചയിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കണ്ടു പറഞ്ഞ സെയിം ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു EV കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിയൊരു വൈഡ് ഒരു മിറർ കാണാൻ സാധിക്കും. ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കാൻ വേണ്ടും ഈ മിറേഴ്സിൽ നമുക്കത് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ സൈഡിൽ നമുക്കിവിടെ ഒരു ടച്ച് സ്വിച്ച് പോലെ തന്നെ കാണാൻ സാധിക്കും. റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ സെയിം ഫീച്ചർ തന്നെയാണ്. ടച്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലോക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ കൈ ഇത് ഇങ്ങോട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് അൺലോക്കായി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും കീ അതിനകത്ത് ഇട്ടു. അത് കഴിയുമ്പോൾ ബാക്കിലത്തെ ഇതിൽ നമുക്ക് വേറെ പ്രത്യക്ഷത്തിൽ ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. ഒരു സിൽവർ ഫിനിഷ് പോലെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ആ ഒരു കളർ, അതായത് ഒരു മാറ്റ് കളർ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഡു നോട്ട് അപ്ലൈ ലോഡ്, അതായത് സ്റ്റിക്ക് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ടൈറ്റ് ചെയ്തോ കാര്യങ്ങളോ സ്ക്രൂ ഒന്നും അല്ലെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും പോർഷൻ നമുക്കത് ഒരു ബ്ലാക്കും കൂടെ കവർ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മേളിലൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ നമുക്ക് ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. വാഷർ നമുക്കിത് ഇവിടെ മേളിലായിട്ട് ഈ ഒരു കുഞ്ഞൻ പോർഷനിൽ നമുക്കിവിടെ വാഷർ അവൈലബിൾ ആണ്, സ്ക്രീൻ വാഷ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു വൈപ്പർ അവൈലബിൾ ആണ്. തൊട്ട് താഴെ നമുക്ക് നോക്കുമ്പോൾ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും അടിപൊളിയാണ്. പിന്നെ ക്രെറ്റ എന്നുള്ളൊരു വലിയ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക് കാണിക്കാൻ വേണ്ടി ഇലക്ട്രിക് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു റിഫ്ലക്ടർ വരുന്നുണ്ട്. സെൻസേഴ്സ് 4 എണ്ണം വരുന്നുണ്ട്. പിക്സലേറ്റഡ് ടൈപ്പ് തന്നെയാണ് ഇവിടെ താഴെയും വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 1 2 3 3 റിവേഴ്സ് ലൈറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. താഴെ ഒരു നല്ലൊരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അതും നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സിൽവർ ഫിനിഷിലാണ് താഴെയും കൊടുത്തിരിക്കുന്നത്. ഈ ബൂട്ടും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു സൈഡിലായിട്ടൊരു സ്വിച്ചാണ് വരുന്നത്. ഇലക്ട്രിക്കൽ സ്വിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. 2 ലൈസൻസ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അതിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. 433 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു സബ് ഓഫർ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നല്ല കിടിക്കാച്ചി എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതും LED ആണ്. നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല കിടുക്കൻ ഫീച്ചറാണ്. ബൂട്ടൊന്ന് തുറന്നു നോക്കാം. സെയിം സൈസ് ടയറിന് ഒരു വ്യത്യാസമില്ല. പക്ഷേ സ്റ്റീൽ വീലാണെന്ന് വരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ആസ് ഇറ്റ് ഈസ് സെയിം ടയർ തന്നെ നമുക്ക് കിട്ടുന്ന നല്ലൊരു കാര്യമാണ്. ജാക്ക്, ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏതായാലും ഫ്യൂവൽ ടാങ്ക് ഫില്ല് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു പ്യുവർ ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്യൂവൽ ടാങ്കോ കാര്യങ്ങളോ ഇല്ല, എക്സോസ്റ്റ് പൈപ്പും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കുറച്ച് വേക്കൻറ്റ് സ്പേസ് കാണാൻ സാധിക്കും. ആ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് എടുത്ത് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ താഴെ നമുക്ക് ബാറ്ററിയുടെ പാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഈ കാണുന്ന ഒരു പോർഷൻ ഇതിൻ്റെ ബാറ്ററി പാക്കാണ്. അപ്പോൾ ഈ ബാറ്ററി പാക്ക് മാത്രമേ ഉള്ളൂ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്ത് ഏതെങ്കിലും രീതിക്ക് ഹിറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ ആ ഒരു പോർഷനിൽ ഹിറ്റ് കിട്ടാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 51.4 kWh ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് 473 കിലോമീറ്റർ ഫുൾ ചാർജിന് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 42 kWh ബാറ്ററിക്ക് 390 കിലോമീറ്റർ ഓടാം, അതായത് ഒരു ഫുൾ ചാർജ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല എഫിഷ്യൻസി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറിയാലോ. ആദ്യം തന്നെ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് കാണുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇത്രയും പോർഷൻസിൽ വലിയ മാറ്റങ്ങളൊന്നും പറയില്ല. നമുക്ക് മിറർ അഡ്ജസ്റ്റിങ്, റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ എന്നുള്ള അഡ്ജസ്റ്റിങ്, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, മിറർ ഫോൾഡിങ് സ്വിച്ച്, ലോക്ക് അൺലോക്ക് സ്വിച്ച്, ഡ്രൈവർ സൈഡ് മാത്രം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ, ബാക്കിയുള്ളതെല്ലാം പ്രസ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മിറർ ലോക്ക്, മെമ്മറി സ്വിച്ചാണ് ഈ വരുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റ് ഏത് മെമ്മറിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിക്ക് നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സീറ്റ് 8 പൊസിഷനിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇലക്ട്രിക്കലി 8 പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ സെറ്റ് ചെയ്തിട്ടു. വാഹനത്തിലോട്ട് കയറി കഴിയുമ്പോൾ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്ന. ഒരു ട്യൂട്ടർ വരുന്നുണ്ട്. നല്ലൊരു പോക്കറ്റ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു 1 ലിറ്റർ ബോട്ടിൽ ഇതിൻ്റെ സൈഡിലും കുറച്ച് പോർഷൻ ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലും കുറച്ച് പോർഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ വെൻ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു കളറ് ഒരു ഗ്രാനൈറ്റ് കളറും പിന്നെ ഒരു നേവി ബ്ലൂ കളറുമാണ്. നമുക്കിവിടെ ഒരു
മിക്സ്ചർ കളറായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഫുള്ള് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 10.2 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഒരു ക്ലസ്റ്റർ മീറ്ററുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ച്, പാർക്ക് സെൻസർ ഓൺ ഓഫ് ചെയ്യാനുള്ളതും ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു EV സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാം. നമ്മളിതൊന്ന് പ്രസ് ചെയ്യാണ്, ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഞാനൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വൈഡ് ക്ലസ്റ്റർ മീറ്ററിലെ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റിലെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, അതായത് ഈ ഒരു സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ടുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വാഹനം ഓടിയിരിക്കുന്ന ടോട്ടൽ കിലോമീറ്റർ 2010 കിലോമീറ്ററാണ്. ഇനി നമുക്ക് ഓടാനുള്ളൊരു കിലോമീറ്റർ ഇവിടെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട്, 105 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്ന 27 ആണ്. അതായത് 27% നമുക്കിനി ബാറ്ററി അവൈലബിൾ ആയിട്ടുള്ളൂ. സ്റ്റിയറിംഗ് വീലിൻ്റെ മെയിനായിട്ട് ഞാൻ നോക്കിയെടുത്തോളം കണ്ട സാധാരണ നമ്മുടെ ഹുണ്ടായുടെ H കാണുന്നതാണ്. ഇവിടെ 3 ഡോട്ട്സ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും മോഴ്സ് കോഡാണ് വന്നിരിക്കുന്നത്. അതായത് 1 2 3 4 4 ഡോട്ട്സിനെ H ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു H ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടിൽറ്റ് ഫീച്ചറും ടെലിസ്കോപ്പിക് ഫീച്ചറും കൂടെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ അവൈലബിൾ ആണ്. സാധാരണ നമ്മുടെ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു വാഹനത്തിന് അതെല്ലാം റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സൗണ്ട് കൂട്ടുക, സൗണ്ട് കുറയ്ക്കുക, നെക്സ്റ്റ് മാറ്റുക കാര്യങ്ങളൊക്കെ, പിന്നെ മോഡ്, അതായത് നമ്മുടെ സ്റ്റീരിയോയുടെ മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത്. വോയിസ് കമാൻഡ് കൊടുക്കാനുള്ളതും കോള് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനാണ് ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ നമ്മുടെ വെഹിക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അത് നിൽക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലെയിൻ കീപ്പ് അസിസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും നമുക്കിനി ഇതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്ക് റീജനറേഷന് വേണ്ടിയിട്ടുള്ള പാഡിൽ ഷിഫ്റ്റേഴ്സും കാണാൻ സാധിക്കും. ഐപാഡിൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ശരിക്കും നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്ക് പോലും അപ്ലൈ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കും. ഇത് നമുക്ക് റീജനറേഷൻ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് ഏത് റീജനറേഷൻ വേണം അത് നമുക്കിവിടെ സെറ്റ് ചെയ്തിടാൻ സാധിക്കും. അത് നമുക്ക് ഓടിക്കുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാം കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഹോം എടുത്തു കഴിഞ്ഞാൽ ഹോം വരും. അതിനുശേഷം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മാപ്പ്, EV എടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി 104 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ചാണ്. അത് വിത്ത് AC ഓൺ റേഞ്ചാണ് കാണിക്കുന്നത്. AC ഓഫ് ആണെങ്കിൽ 115 കിലോമീറ്റർ ഓടിക്കാനുള്ള സാധിക്കും എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷൻ എവിടെ ഉള്ളതെന്നൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള കിലോമീറ്റർ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാപ്പ്, നാവിഗേഷൻ, ഫോണ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ കാർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളി ഫീച്ചറാണ്. ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹുണ്ടായുടെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഫീച്ചറാണ് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോമ്പിനേഷൻ സ്വിച്ചാണ്. കോമ്പിനേഷൻ സ്വിച്ച് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പാർക്ക് മോഡ്, ഹെഡ്ലൈറ്റ് ഓൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇത്രയും നീളത്തിലൊരു ഐറ്റം കാണാം. ഈ ഒരു ഭാഗത്ത് സാധാരണ നമുക്ക് നോബ്സ് എല്ലാം വരുന്നതാണ്. അവിടെ നോബില്ല, ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഡ്രൈവ് മോഡ് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തു ഡീലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡായി, താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതായത് ന്യൂട്രലായി, ഒന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡ്. അപ്പോൾ മോഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, പിന്നെ ഇവിടെ P മോഡ് നമുക്ക് പാർക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആകുന്നുണ്ട്. അതുപോലെ ഇത്ര ഒരു പോർഷനിൽ നമുക്ക് കാണാം. ഇതൊരു വയർഡ് ടൈപ്പ് തന്നെയാണ് ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ചൊരു എന്താ പറയുന്ന ഒരു അരോചകത്വം തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കയറി കഴിഞ്ഞിട്ട് PN ഒക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു തപ്പൽ വന്നു പോയായിരുന്നു. പക്ഷേ ഓൺ ദ റണ്ണിങ്ങിൽ നമുക്ക് കുഴപ്പമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇത്രയും ഒരു പോർഷനിൽ ഒരു മാഗ്നറ്റ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് ഈ സൈഡിൽ നോക്കാം. ഓട്ടോ വൈപ്പേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോ മോഡാണ് ഇപ്പം ഉള്ളത്. അതിൽ ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ, ഹൈ ആണെങ്കിൽ ഏറ്റവും മേളിൽ, ഓഫ്, മിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ. ഇനിയിപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഓട്ടോ ഇടുകയാണെങ്കിൽ ഓട്ടോയിൽ ഏത് റേഞ്ച് വേണമെന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ റിയർ വൈപ്പറിൻ്റെ ഓൺ ഓഫ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് വൈപ്പറിലോട്ട് വെള്ളം സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മേളിലോട്ടും, ബാക്കിലത്തെ വൈപ്പറിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ടും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ വെള്ളം വരുന്നതായിരിക്കും. അതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു AC വെൻ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഇത് ഇങ്ങോട്ട് കയറി പോകുന്നത് നമുക്ക് നല്ല രസമായിട്ടത് നല്ല ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്, അതായത്
ഒത്തുചേർന്നിങ്ങനെ പോകുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സെൻറ്റർ കൺസോളിലൊക്കെ. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഫുള്ള് ടച്ചാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ 2 ടെമ്പറേച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 17 കാണാം, ഇവിടെ 23 കാണാം. അത് ഞാൻ കൂട്ടി തേണ്ടേ, അതും എനിക്ക് ഏകദേശം 20, 22, 23 അത് ഏത് റേഞ്ചിൽ വേണമെങ്കിലാക്കാം. ഈ വാഹനത്തിൽ ഒരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതായത് ഡ്യുവൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിൽ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ, അപ്പുറത്ത് വേറെ ടെമ്പറേച്ചർ എനിക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഫിസിക്കൽ നോബ് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എ സിയുടെ ഒക്കെ ടച്ച് നോബാണ് വരുന്നത്. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ടച്ച് കിട്ടുന്നത്. ഇപ്പം ഫാനിൻ്റെ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, ഓഫ് ചെയ്യുക, ഫാനിൻ്റെ സ്പീഡ് 1, 2, 3 കൂട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടച്ചാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള. എല്ലാം ടച്ച് തന്നെയാണ് കിട്ടുന്നത്. റേഡിയോ കാര്യങ്ങൾ, നാവിഗേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ, മീഡിയ വേണമെന്നുണ്ടെങ്കിൽ അതെനിക്കിവിടെ പ്രസ് ചെയ്യാം. നമ്മുടെ മീഡിയ ഏതൊക്കെയാണ് വേണ്ടത്, FM AM കാര്യങ്ങളൊക്കെ. റേഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം, റേഡിയോ വന്നു. മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടി. അപ്പോൾ എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ആകെപ്പാടെ നമുക്ക് ടച്ച് അല്ലാതെ വരുന്ന വോളിയം കൺട്രോൾ, നമുക്ക് ഫിസിക്കൽ നോബ് വരുന്നുണ്ട്, ട്യൂൺ ചെയ്യാനുള്ള ഫിസിക്കൽ നോബ് വരുന്നുണ്ട്, പിന്നെ ടോഗിൾ സ്വിച്ച് പോലെ നമുക്ക് 2 ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫീച്ചറും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഡ്രൈവർ ഒള്ളി ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ AC യുടെ കൂളിംഗ് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ആ സമയത്ത് നമുക്കിത് ഓഫ് നോക്കാം. ഈ ഒരു പോർഷനിൽ കാറ്റുണ്ടെങ്കിൽ പോലും അങ്ങോട്ടുള്ളൊരു ടെമ്പറേച്ചർ അവിടെ കുറവാണ്. അതായത് ആ ഒരു സൈഡിലോട്ടുള്ളതിൻ്റെ ഹീറ്ററോ കാര്യങ്ങളോ എന്തോ സംതിങ് അവിടെ കട്ടായിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ മാത്രമാണ് നല്ല രീതിക്ക് നമുക്ക് എയർ ഫ്ലോ, അതായത് ഇവിടെ എയർ ഫ്ലോ ഉണ്ട്, ഇവിടെ എയർ ഫ്ലോ ഇല്ല എന്നുള്ള രീതി തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മുടെ റൈറ്റ് സൈഡ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം എയർ വരുന്നുള്ളൂ. ഈ ഒരു പോർഷനെല്ലാം ഓഫ് രീതി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എനർജി, അതായത് നമുക്കറിയാം ഈ ഒരു വാഹനം ബാറ്ററിയിലാണ് റൺ ചെയ്യുന്നത്. ആ ഒരു ബാറ്ററിയുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടും ഒരുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ സിംഗ്രണൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ സിംഗ്രണൈസ് ആകുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് USB-C ടൈപ്പ് കാണാം. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ നമുക്കൊരു നോർമൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. USB-A ടൈപ്പ് കാണാൻ സാധിക്കും. ഒരു വയർലെസ് ചാർജറും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വെച്ചു. നല്ല രസമുണ്ട്. ഏതായാലും അവിടെ വെക്കലും കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പോൾ അത് ചാർജ് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഓറഞ്ച് ലൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഓറഞ്ച് ലൈറ്റ് കാണാൻ സാധിക്കും നമുക്കിത് വർക്ക് ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ താഴെ ഒരു നല്ലൊരു ഓപ്പൺ സ്പേസ്, നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഒരു ബ്ലൂ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നൊരു സാധനം, ഒരു കിഡ്ക്കൻ ഫ്ലോട്ടിംഗ് ടൈപ്പ് സെൻറ്റർ കൺസോൾ. ഇവിടെ തന്നെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് എനിക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇക്കോ, നോർമൽ, സ്പോട്ട്, അതുപോലെ ഇങ്ങനെ എനിക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. എനിക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ എനിക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ 2 സൈഡിലായിട്ട്, ഒന്ന് നമുക്ക് റൈറ്റ് സൈഡിലെ സീറ്റ് വെന്റിലേഷനും ലെഫ്റ്റ് സൈഡിലെ സീറ്റ് വെന്റിലേഷനും, രണ്ടും നമുക്ക് ഡ്രൈവറിനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആംറസ്റ്റിന് താഴെ അത് വെന്റിലേറ്റഡ് ടൈപ്പ് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ കൂൾഡ് ടൈപ്പ് തന്നെയാണ് വേണ്ടത്. നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചിട്ട് കുറച്ച് തണുപ്പിച്ച് അങ്ങ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ AC യുടെ കൂളിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് ഇരിക്കാം. ഓക്കെ, ഇനി ഒരു പാസഞ്ചർ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഉള്ളൊരു അഡ്വാൻറ്റേജ്, ആദ്യം തന്നെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്കിലോട്ടാക്കി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട്. ഇവിടെ ഇലക്ട്രിക്കൽ സീറ്റാണ് നമുക്ക് വരുന്നത്. അതായത് 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് ഓർക്കാം. കുറച്ചൊന്ന് കാലേ തട്ടുന്നുണ്ട്, കാലേ വന്ന് ഇടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇച്ചിരി ഒന്ന് ബാക്കിലോട്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി തട്ടത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇതും കൂൾഡ് ടൈപ്പ് ഗ്ലോ ബോക്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും, അല്ലെങ്കിൽ ഓൺ ചെയ്തിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്ലൂ ലൈറ്റ് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ മെറ്റീരിയലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓടി നടക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഹാർഡായിട്ട് ഇരുന്നോളും, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുന്നത്, ഒരു യുണീക്ക് ഡിസൈൻ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയൊരു പോർഷനിൽ ഇത്ര ഏരിയ വെറുതെ വേക്കൻ്റ് ആണ്, എന്നാലും അവിടെ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു തീം കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. AC വെൻ്റ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിടാൻ സാധിക്കും. എയർ ബാഗിൻ്റെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ സെൻറ്ററിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 8 സ്പീക്കേഴ്സാണ് വരുന്നത്. 8 സ്പീക്കർ വരുന്നുണ്ട്. വിത്ത് ഒരു സബൂഫറും കൂടെ കൂട്ടി 8 സ്പീക്കേഴ്സാണ് നമുക്കിവിടെ ഔട്ട് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ മേളിൽ കാണാൻ സാധിക്കും ഇതൊരു ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്നൊരു മിററാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഓൺ റോഡ് അസിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. തൊട്ട് മേളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 റീഡിംഗ് ലൈറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. LED തന്നെയാണ് വരുന്നത്, നല്ല കാര്യമാണ്. ഇനി അതല്ലാതെ നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാൻ സാധിക്കും. ഡോർ തുറക്കുന്ന സമയത്ത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഒരു സൺ ഗ്ലാസസ് ഒക്കെ വെക്കാൻ വേണ്ട ഒരു ഓപ്ഷൻ, ഒരു മൈക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ
ഒരു പനോരമിക് സൺ റൂഫ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു വൈഡ് ഓപ്പൺ ആണ്, ഒരു രക്ഷയില്ല. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് നല്ല കീടുക്കം വെട്ടവും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടച്ച് തന്നെയാണ്. നേരെ ഇത് വന്ന് രണ്ടും ക്ലോസ് ആവാൻ നമുക്ക് കാണാൻ സാധിക്കും. വാവ്, അടിപൊളി, സെറ്റ്. ഇതൊരു സിംഗിൾ പ്ലസ്സിലാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഓപ്പൺ ആകത്തുള്ളൂ. യെസ്, കണ്ടോ, ഇപ്പോൾ ഈ ഗ്ലാസ് ഓപ്പൺ ആകത്തില്ല, ഈ ഒരു വെൻറ്റ് മാത്രം ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വാഹനത്തിനകത്തിരിക്കുമ്പോൾ ഭയങ്കര ഒരു വെട്ടവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഇനി നമുക്ക് ബാക്കിലത്തെ സൈഡിലോട്ടൊന്നും ഇരിക്കുക. ഏതായാലും ഈ സൈഡിലിരിക്കുക, നമുക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് കൈ വെക്കാൻ സാധിക്കും. ഈ പറഞ്ഞൊരു ഫ്ലോട്ടിംഗ് ഏരിയയിൽ തന്നെ നല്ല രീതിക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബ്ലൂ ലൈറ്റ് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഇതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഒരു രക്ഷയില്ല, അതിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സീറ്റിൻ്റെ വെന്റിലേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ വേണ്ടി ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആകുന്നതായിരിക്കും. സീറ്റിൻ്റെ ഒരു മെറ്റീരിയലും കൂടെ നമുക്ക് പറഞ്ഞേക്കാം, ഒരു നല്ലൊരു ലെതർ ഫിനിഷ്, നല്ലൊരു മെറ്റീരിയലാണ് ക്രെറ്റ ഇലക്ട്രിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ബോൾസ്റ്ററും തൈ സപ്പോർട്ടും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക്, ഭയങ്കര അടിപൊളി ഞാൻ പറയത്തില്ല, എന്നാലും നല്ലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതും ഓക്കെ ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സൺവൈസർ ഒന്ന് നോക്കാം. സൺവൈസറിൽ ഏതായാലും ഡ്രൈവർ സൈഡിൽ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു ചെറിയൊരു ബോർ ആയിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കോ പാസഞ്ചർ സൈഡിൽ നോക്കുമ്പോൾ ഹായ് ചിരിച്ചിരിക്കുന്ന ഞാൻ, നല്ലൊരു ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇടാം, ചെറിയൊരു വെട്ടം കിട്ടും, പക്ഷേ വലിയൊരു വെട്ടം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സൺ റൂഫ് തുറന്നിട്ടോണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. രാത്രിയാണല്ലോ പുറത്തെവിടെയും വെട്ടം ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്കിൻ്റെ ബാക്കിലോട്ടൊന്ന് പോകാം. നമ്മുടെ ബാക്ക് സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EV വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഫ്ലോറിൻ്റെ പോർഷൻ കുറച്ച് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇത് ഒത്തിരി പൊങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് ഒരു രീതിക്ക് പൊങ്ങിയിട്ടുണ്ട്. ഇത് ഫ്ലാറ്റ് തന്നെയാണ്, എന്നാലും ഈ കാല് വെക്കുമ്പോൾ ഒരു അല്പം പൊങ്ങി നിൽക്കുന്നു. ഈ ഒരു തൈ സപ്പോർട്ട് നമുക്കൊരു എന്താ പറയുന്നത്, ഇച്ചിരി പൊങ്ങി നിൽക്കുന്നത് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഗ്ലാസ് ഞാൻ അടച്ചിട്ടു. ഇവിടെ ഏതായാലും നമുക്ക് ബോസിൻ്റെ തന്നെ സ്പീക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്, ഇതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺ ബ്ലൈൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കൂളിങ്ങിൻ്റെയൊക്കെ രീതി നമുക്ക് എത്ര നാൾ എങ്ങനെയൊക്കെ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ നാളെ പറയുമായിരിക്കും ഇനി തൊട്ട് കൂളിങ് പാടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് ബാക്കി ഇരിക്കുമ്പോൾ സുഖമാണ്. ഇനിയാണ് ഇതിനൊരു വലിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ബോസ് ആണെന്ന് വയ്ക്കുക, എനിക്കൊരു ബോസ് ഫംഗ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അത് ബോസ് ഫംഗ്ഷൻ എന്നല്ലാതെ ഹുണ്ടായി പറയുന്ന വാക്ക് ഇൻ ഫീച്ചർ എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ഈ ഒരു സീറ്റ് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട്, അപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്ത് ഈ സീറ്റ് ഇപ്പം ഫ്രണ്ടിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇങ്ങറ്റം വരെ പോയി, എനിക്കിത് കാലൊക്കെ നീട്ടി. ഇനി ഈ ഒരു സീറ്റ് റിക്ലൈനിങ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റേജ് ആണ് വരുന്നത്. ഇതിപ്പോൾ 1, ഇത് 2 സ്റ്റേജ് റിക്ലൈനിങ്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും. അതും ഒരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. ഒരു ചെറിയ ചായയൊക്കെ കുടിക്കണം അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കണതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ കേസ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്ക് യാത്ര പോകുന്ന സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 3.5 kg വരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് മാക്സിമം. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഗ്രൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രൂ എന്തിന് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ലാപ്ടോപ്സോ അല്ലെങ്കിൽ ടാബോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാനോ കാര്യങ്ങളൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ സൈഡിലൊരു കപ്പ് ഹോൾഡറും കൂടെ വരുന്നുണ്ട്. ഗ്ലാസോ കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളം കുടിക്കുക കാര്യങ്ങളൊക്കെ, അത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തിരിച്ച് അടച്ചു വെക്കാനും സാധിക്കുന്നുണ്ട്. അതും ഒരു ചെറിയൊരു ഫീച്ചറൊന്നുമല്ല, നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇവിടെ തൊട്ട് താഴെ 2 AC വെൻറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു AC വെൻറ്റ് നമുക്ക് ടെമ്പറേച്ചറോ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. സ്പീഡ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ സ്പീഡിന് പോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 C ടൈപ്പ് പോർട്ടുകൾ കാണാൻ സാധിക്കും. ചാർജർ സോക്കറ്റ്സ് കാണാം. ഒരു മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 സീറ്റ് പോക്കറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ മേളിലൊരു കുഞ്ഞ് റീഡിംഗ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട്, നമുക്ക് വേണ്ട ഇവിടെയും അവൈലബിൾ ആണ്. ഏതായാലും ഇവിടെ വൈഡ് ഓപ്പൺ ആയതുകൊണ്ട് എനിക്കിവിടെ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഗ്ലാസ് മാത്രം ഓപ്പൺ ആകത്തുള്ളൂ, ഈ ഗ്ലാസ് ഓപ്പൺ ആകത്തില്ല. ഇതുപോലെ തന്നെ റോളിംഗ് ടൈപ്പ് ക്ലോത്ത് മെറ്റീരിയലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷനകത്തതെല്ലാം റോൾ ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പൊക്കം കുറഞ്ഞ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ഇതൊന്ന് താത്ത് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും നമുക്കിവിടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 6 എയർ ബാഗാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അതായത് കർട്ടൻ എയർ ബാഗ്സ് 2 സീറ്റയിലും ഡ്രൈവർ സൈഡിലെ സ്റ്റിയറിംഗ് വീലിലും കോ ഡ്രൈവർ സൈഡിലുമായിട്ടാണ് നമുക്ക് 6 എയർ ബാഗുകൾ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഈ വാഹനത്തിലുള്ളൊരു പ്രത്യേകതയാണ് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്നൊരു ഫീച്ചർ. അതായത് നമുക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നോർമൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കിട്ടുന്ന പോലെ ഒരു 230
വോൾട്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് നമുക്കിത് പ്ലഗ് ചെയ്ത് നമ്മുടെ വാഹനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഡിവൈസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ പവർ സോക്കറ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടും എടുക്കാൻ സാധിക്കും. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കാൻ വേണ്ടി ഒരു ടെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട്, അതായത് ലൈറ്റ് കാര്യങ്ങൾ, എന്തെങ്കിലും കെറ്റിൽസോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ പ്രൊവിഷൻസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഇത് നമുക്കൊരു 60-40 തന്നെയാണ് കിട്ടുന്നത്. അതായത് 60 നമുക്ക് ഇങ്ങോട്ട് മറിച്ചിടാം, അവിടെ ഒരു 40 ഉണ്ട്, 40ൽ ഒരാൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. അതുപോലെ തന്നെ സാധനങ്ങൾ ഈ ഒരു ലഗേജ് ഏരിയ നമുക്ക് ഫുള്ളായിട്ട് കൂട്ടാൻ സാധിക്കും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡിക്കി സ്പേസ് 433 ലിറ്റർ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് മറിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ഡിക്കി സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു കീ നമുക്ക് വളരെ ഫെമിലിയർ ആണ്, കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഹുണ്ടായിക്കൊക്കെ പണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സെയിം ടൈപ്പ് തന്നെയാണ്. വലിയ പ്രത്യക്ഷത്തിൽ മാറ്റങ്ങളൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ലോക്ക്, അൺലോക്ക്, ഒരു ഹോൾഡ് ഫീച്ചർ. ഈ ഹോൾഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാകുക എന്ന് പറഞ്ഞാൽ AC ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാകും. ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. അതും നല്ലൊരു ഫീച്ചറാണ്. ഒരു ഡ്രൈവ് പോയാലോ, ഈ ഡ്രൈവ് ഒന്ന് മാറ്റുന്നതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഓക്കെ ആകാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നേരെ ഡ്രൈവ് മോഡ് ഇട്ടു. ഒരു ഇക്കോ മോഡിലാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 7.9 സെക്കൻഡിൽ 100 കിലോമീറ്റർ റേഞ്ചാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഏതായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇപ്പം നോർമലി നമ്മൾ ഓടിക്കുമ്പോൾ ഒന്നും തന്നെ നമുക്കൊരു എന്താ പറയുന്നത്, വളരെ സ്മൂത്തായിട്ട് ഈ വാഹനം പോകുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഹമ്പൊന്നും ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുന്ന പോലും ഇല്ല. തന്നെ നമുക്ക് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഫീച്ചർ ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ ഓൺ. അപ്പോൾ ഞാനിപ്പം വാഹനം കുറച്ചൊന്ന് ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. ഇപ്പം നമ്മളൊരു ഇറങ്ങുകയാണ്. ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ വർക്കിംഗ് ആണെന്നുള്ള വളരെ വ്യക്തമായിട്ടത് ഇവിടെ നമുക്കൊരു ഗ്രീൻ ലൈറ്റ്, നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അതായത് ഇത് സ്വന്തമായിട്ട് തന്നെയാണ് ഈ ഇറങ്ങി പോകുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആക്സിലറേറ്റർ കൊടുത്തിട്ടില്ല. വളരെ പതുക്കെ ഒരു ഹിൽ ഡിസെൻറ്റ്, അത് ഇതുപോലത്തെ വഴിയൊന്നുമില്ല, ചിലപ്പോൾ മോശപ്പെട്ട വഴിയാണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ട് അത് ഇതുപോലെ ഇറങ്ങി പോകുന്നതായിരിക്കും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഹിൽ ഡിസെൻ്റ് ആണ്, അത് ബ്രേക്ക് ചെയ്താണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഞാനിതിൽ ആക്സിലറേറ്റർ കൊടുത്തെന്ന് പറഞ്ഞാലും അത് പൊക്കോളും. അതിനുശേഷം ഒരു സ്പീഡ് കഴിഞ്ഞാൽ മാത്രം ഞാനിപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും അവൻ പതുക്കെ ആ ഒരു രീതിക്ക് എടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഫംഗ്ഷൻ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. റീജനറേഷൻ ഞാനിപ്പോൾ ഒരു ലെവൽ 0 കൊടുത്തിരിക്കുകയാണ്. അതായത് ലെവൽ 0 ഞാനിവിടെ പ്രസ് ചെയ്ത് ലെവൽ 0 ആക്കിയിട്ടുണ്ട്. ലെവൽ 0 ആണെങ്കിൽ ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇതൊന്ന് മാറ്റി ഇത് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് മാറ്റൽ ഏതായാലും നടക്കത്തില്ല. ഇപ്പം ലെവൽ 3 ആക്കിയിട്ടുണ്ട്. ലെവൽ 3ൽ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇപ്പം പെഡൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം പെഡലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പതുക്കെ ആക്സിലറേറ്റർ കൊടുത്തു, വാഹനം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി. ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് അന്നേരം ബ്രേക്ക് ചെയ്തു. പെഡൽ ഫീച്ചറാണെന്നുള്ളത് വേണ്ട ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വാഹനം പതുക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ്. ആക്സിലറേറ്ററിൽ നിന്ന് എപ്പോൾ കാലെടുത്തോ അന്നേരം ബ്രേക്കിങ്ങിൻ്റെ സെയിം ഫീലാണ് കേട്ടോ. അതായത് നമുക്ക് ബ്രേക്ക് ചെയ്യുക പോലും വേണ്ട എന്നുള്ളൊരു രീതി തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിലാണ്. ആക്സിലറേറ്ററിൽ നിന്ന് എപ്പോൾ കാല് വിടുന്നു അന്നേരം ബ്രേക്ക് ചവിട്ടുന്ന ആ ഒരു സെയിം ഫീല് തന്നെ എനിക്ക് കിട്ടുന്നത്. അടിപൊളി. ഇനി നമുക്ക് കുറച്ച് നല്ലൊരു റോഡിലോട്ട് പോകാം. നല്ലൊരു റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ സാധിക്കും. ഏതായാലും ഈ പറയുന്ന ഒരു മോഡിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അന്നേരം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഏതായാലും ഈ റീജനറേറ്റീവ് ഒന്ന് മാറ്റി ഒരു 3 എങ്കിലും ഇടാം, വേണ്ട ഒരു 2 ഇട്ടു. ആൾക്കാർ ക്രോസിംഗ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, കൊള്ളാം. ഏതായാലും അഡാസ് ഫീച്ചർ വരുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്, അതും പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ സ്പീഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഏതായാലും ഞാനിപ്പോൾ ഒരു നോർമലിലാണ് ഇട്ടിരിക്കുന്നത്. റീജനറേഷൻ 0 ആക്കിയിട്ടു. നോർമലി കാല് കൊടുത്തു. അങ്ങ് കയറി പോവാ കേട്ടോ. 100 അടിച്ച്. ഇനി നമുക്കൊന്ന് സ്പോർട്ട് മോഡിൽ ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം നോർമൽ ഇട്ടു, സ്പോർട്ട് ഇട്ടു. എന്നെ പിടിച്ച് വലിച്ചങ്ങ് ഇട്ടിരിക്കുക. അങ്ങ് പോവാ കേട്ടോ. ഒരു രക്ഷയില്ല. ബ്രേക്കിങ്ങും കിടുക.
ഏതായാലും ഈ സ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് വലിച്ചാ കൊണ്ടുപോകുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു ഫീലൊന്നും വേറെ തന്നെയാണ്. ഇപ്പം ഇലക്ട്രിക്കൽ വാഹനം എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പം ഒരു റീസെയിൽ വാല്യൂ കാര്യങ്ങളോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പവറിൻ്റെ കാര്യം ഇപ്പം ശരിക്കും ഒരു IC എഞ്ചിൻ ഒരു പവർ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് അത് ഗിയർ ബോക്സിലോട്ട് കൊടുത്ത് ഗിയർ ബോക്സിൽ നിന്ന് ടയറിലോട്ട് വരുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു പകുതി സമയം മതി നമുക്ക് ഈ വാഹനം ഒന്ന് പറപ്പിക്കാൻ. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം, ഭയങ്കര ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് അതുപോലെ ഫീൽ ചെയ്ത് ഒരു രക്ഷയില്ലെന്ന് ഫീൽ ചെയ്തൊരു വാഹനം. മൈ ഗോഡ്, ദേ പോന്നു. കൊള്ളായതായാലും സംഗതി ഒരു രക്ഷയില്ല സാധനം. ഏതായാലും കഴിവതും ആരും സ്പോർട്ട് മോഡൊക്കെ ഇട്ട് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിപ്പം ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും തോന്നുകയാണെങ്കിൽ കുറേ കൂടെ ഒക്കെ യൂത്തായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥയെ പറയാൻ പറ്റത്തില്ല. കാരണം ശരിക്കും നമുക്ക് കൈ വിട്ടു പോകുമെന്ന് പറയത്തില്ല, ആ ഒരു ഫീലാണ് ഇതിൻ്റെ പവർ. അതേ സ്ഥാനത്ത് നമ്മൾ നോർമലി പോവുകയാണെങ്കിൽ ഒന്നും അറിയത്തില്ല, വളരെ സ്മൂത്തായിട്ട് നമുക്ക് സാധാരണ രീതിക്ക് വാഹനം ഓടിച്ചു പോകുന്നത് പോലെ തന്നെ. ഏതായാലും ടെക്നോളജിയൊക്കെ ഇത്രയും എന്താ പറയുന്നത് ഒരു അടിപൊളിയായത്, ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. ഏതായാലും നമുക്കിപ്പോൾ ഒരു നോർമൽ മോഡിൽ ഞാനിപ്പോൾ ചുമ്മാ ഓടിക്കുക, സാധാരണ ഫീൽ ഹൈ കുഴപ്പമില്ല, ആ രീതി പോകുന്നു. ഇതിൻ്റെ ഹോണ് അതും എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു രക്ഷയില്ല, കിടു എന്ന് പറഞ്ഞാൽ നല്ല ഹോണ്. പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഇത് ശരിക്കും നിങ്ങൾ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്തൊരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് നോക്കണം. ഇത് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ പോപ്പുലർ ഹുണ്ടായുടെ കോൺടാക്ട് നമ്പറും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ എൻക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയണം, ഇതിൻ്റെ ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഓവറോൾ ഒരു രക്ഷയുമില്ല, എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെട്ട സാധനം. ഞാനിപ്പം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ തന്നെ ആകുന്നുണ്ട്. സ്റ്റിയറിംഗ് അസിസ്റ്റൊക്കെ വരുന്നുണ്ട്. അതായത് ഇവിടെ ലൈനുണ്ട്, നമുക്ക് ഈ പറയുന്ന പോലെ സംഗതിയുണ്ട്. അതുകൊണ്ട് ഇവൻ കുഴപ്പമില്ലാതെ ആ ടേണിങ് എടുക്കുമോ നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം കേട്ടോ. കീപ് ഹാൻഡ്സ് ഓൺ ദ സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ പറയുന്നുണ്ട്. വെക്കണോ അതോ തിരിക്കുമോ? തിരിഞ്ഞു, നമുക്കെന്താ തിരിഞ്ഞ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും സംഗതി കുഴപ്പമില്ല. ആട്ടാസൊക്കെ നല്ല കിടുക്കനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 81 കിലോമീറ്റർ സ്പീഡിലാണ് ഞാനിപ്പോൾ ഈ ഒരു വഴി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു ലൈനൊക്കെ കറക്റ്റ് വളരെ വൃത്തിയായിട്ട് തന്നെ ഇവൻ തിരിക്കുന്നൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, കൊള്ളാം. കിടു നത്തിങ് ടു സ്റ്റേ. ഏതായാലും കൊള്ളാം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി ഫീൽ. കാരണം അടുത്തൊന്നും എനിക്ക് അഡാസോടൊരു വാഹനം ഓടിച്ചിട്ട് ഇത്രയും ഫീൽ കിട്ടിയിട്ടില്ല, ഉള്ളത് പറയാമല്ലോ. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഗതി കൊള്ളാം. കാശുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ എടുക്കാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം. ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ EV ഒക്കെ ഓടിക്കുന്ന സമയത്തല്ല, നമുക്ക് പെട്ടെന്ന് ഓടിക്കയറി നമ്മുടെ മനസ്സിലോട്ട് വരുന്നൊരു കാര്യമാണ്, ഒരു വണ്ടി എടുത്താലോ. സത്യം കേട്ടോ, ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരാഗ്രഹം ഞാനിപ്പം എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത്. മാരകം. നോക്കാം. എല്ലാം കാര്യങ്ങളും ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇതിങ്ങനെ പറയുന്നത് നമുക്കിത് ഓഫ് ചെയ്തിടാനൊക്കെ സാധിക്കും കേട്ടോ. ഞാൻ ഇപ്പം ഇതിനകത്ത് കൊളീഷൻ അസിസ്റ്റം, ബ്രേക്ക് കാര്യങ്ങളെല്ലാം എനിക്കിതിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫീച്ചറിസ്റ്റിക് വാഹനം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ആണെങ്കിലും ഞാൻ നോക്കിയെടുത്തോളം ഒരു കമ്പാരിറ്റീവ്ലി ഒരു നല്ല പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 20 lakhs കിട്ടുന്ന ഒരു വാഹനം വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 2 ബാറ്ററി പാക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. 51.4 വാട്ട് നമുക്ക് അവൈലബിൾ ആണ്. 42 kWh നമുക്ക് അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി അടിപൊളിയാണ്. ഏതായാലും ഞാൻ ഓവറോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഡിസെൻറ്റ് കൺട്രോൾ പോലെ തന്നെ ഹിൽ ഹോൾഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ ഈ വാഹനം ഈ കയറ്റത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിലോട്ട് പോവോ? ഇല്ല, അവിടെ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എത്ര നേരം നിൽക്കുമെന്ന് നോക്കാം. സാധാരണ 3 സെക്കൻഡൊക്കെ ആയിരുന്നു ബാക്കിയുള്ള ഇതിലൊക്കെ. ഏതായാലും ഇവിടെ പ്രശ്നമില്ല. കുറച്ച് ആക്സിലേറ്റർ കൊടുത്തു, ഫ്രണ്ടിലോട്ട് പോയി. കുറേ ഒരു ഓട്ടോ കയറി വരുന്നുണ്ട്, നമുക്ക് വിട്ടേക്കാം. ഏതായാലും നോർമലി കയറി വരുന്നൊരു പവർ നോർമൽ മോഡിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്താലും ഒരു പരിധിയിൽ കൂടുതൽ അവൻ വലിച്ചുകൊണ്ട് പോകുമെന്ന് പറയത്തില്ല. ഒരു നോർമൽ രീതിക്ക് നമുക്ക് വാഹനം ഓടിക്കുന്ന പോലെ. അതേ സ്ഥാനത്ത് നോർമൽ ഇട്ടാൽ കുറച്ചുകൂടെ ഒരു വലി. പക്ഷേ സ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വീൽ സ്പിൻ നല്ല തകർത്തായിരിക്കും വരുന്നത്. ഞാൻ ആ വീൽ സ്പിന്നും കൂടെ ഒന്ന് കാണിച്ചത്. എനിക്ക് ആ വീൽ സ്പിന്നൊന്ന് ഫീൽ ചെയ്തായിരുന്നു. അത് നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി നോക്കിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്പോർട്ട് മോഡിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി ഒന്ന് ആക്സിലറേറ്റർ ഫുള്ളായിട്ട് കൊടുത്ത് നോക്കാം, വീൽ സ്പിൻ നോക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഞാൻ ഏതായാലും ഫുൾ ത്രോട്ടിലൊന്ന് കൊടുക്കുകയാണ്.
വാ, ഒരു രക്ഷയില്ല. ഓക്കെ, അങ്ങനെ ഓവറോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. പോപ്പുലർ ഹുണ്ടായുടെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.